അതിപരിശമായി നാം വാഴ്ത്തപ്പെട്ടു. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയുടെ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവനെ ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഈ വചനത്തിന് ഒരു മാറ്റവുമില്ല. മനുഷ്യർക്ക് മാറ്റം വന്നപ്പോൾ മനുഷ്യൻ എന്തൊക്കെയോ കെട്ടുകഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. അപ്പം ദൈവാദി ദൈവവും കർമാദി കർത്താവും രാജാദി രാജാവും താമാർത്ത അമർത്തിയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആരും കാണാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനുമായ ആദ്യനും അന്ത്യവുമായ അല്ലെങ്കിൽ അൽഫയും ഒമേഗയുമായിരിക്കുന്ന സർവശക്തനും സർവജ്ഞാനി സർവവ്യാപിയും ആമിൻ ആയിരിക്കുന്ന ഹോവശാനവുമായിരിക്കുന്ന ഹോശമ്മയായിരിക്കുന്ന ഹല്ലേലൂയ നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന രക്ഷകനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന് മാത്രം അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരു ദൈവവചനമാണ് ഞാൻ വായിച്ചത്. ആദിയിൽ ദൈവം ആകാശവും ആകാശവും ഭൂമി സൃഷ്ടിച്ചു. പരാതിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്നവന് മാത്രം ചെയ്യുവാൻ കഴിയാവുന്ന അധികാരത്തെയാണ് വേദപുസ്തകത്തിന്റെ ആദ്യത്തെ 1-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ആകാശവും ഭൂമി സൃഷ്ടിച്ചവൻ എന്ന് ആദ്യം ആമൻ നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം ആദിയിൽ ആകാശത്തെ സൃഷ്ടിച്ചു, അവൻ വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടുവെന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിധാനത്തിൽ ആകാശം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. അപ്പം വിധാനത്തിന് സൃഷ്ടിച്ച ഭൂമിയിൽ ആകാശത്തിന് വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടത് നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. അപ്പം പ്രപഞ്ചത്തെ ആവരണം ചെയ്ത് നിൽക്കുന്ന സ്വച്ഛവും സുതാര്യവുമായ വ്യോമമണ്ഡലത്തെയാണ് വിധാനം എന്ന് പറയുന്നത് എന്ന് നമുക്ക് എബ്രായ വാക്കുകളിലൊക്കെ പഠിക്കാൻ കഴിയും. പ്രൈസലോ. അപ്പൊ 1-ാമത്തെ സൃഷ്ടി എന്ന് പറയുന്നത് ഭൂമിയുടെ അത് ദൈവം സൃഷ്ടിച്ചതാണ്. അതിന്റെ പിന്നിൽ മനുഷ്യന്റെ യാതൊരു കരവുമില്ല, മറ്റൊരു പ്രമാണത്തിന്റെ ശക്തിയുമില്ല, മറ്റൊരു മതങ്ങൾക്കോ മത നേതാവിനോ മറ്റൊരു ദൈവങ്ങൾക്കോ അവിടെ പ്രാധാന്യമില്ല. പ്രൈസലോ. ഏകസത്യ ദൈവമായിരിക്കുന്ന സൃഷ്ടാവ് ഒരുവൻ മാത്രമേ ഉള്ളൂ. എന്നാൽ സൃഷ്ടികളായിരിക്കുന്ന ദൈവങ്ങൾ ഒരുപാടുണ്ട്. സൃഷ്ടികൾക്ക് ഇവിടെ പ്രാധാന്യമില്ല, സൃഷ്ടാവിനാണ് ഇവിടെ പ്രാധാന്യം. ഹല്ലേലൂയ. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യം പറയുന്നത്, യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസ ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ചും വേദപുസ്തകം പറയാം. അപ്പൊ ഈ ആകാശത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ആദിയിൽ ആകാശം ഭൂമി സൃഷ്ടിച്ചു ചില ആളുകൾ പറയുന്നത് അങ്ങ് പൊട്ടിമുളച്ച് വന്നെന്നാ പറയുന്നത്. പൊട്ടിമുളച്ച് വന്നെന്നാ. ഇത് പൊട്ടിമുളച്ച് വന്നതല്ല, ദൈവത്തിന്റെ പരമാധികാരത്തിൽ സൃഷ്ടിച്ചതാണ്. മനുഷ്യനെ കുറിച്ച് മനുഷ്യൻ കുരങ്ങിന്റെ വാല് മുറിഞ്ഞ് രൂപഭാവം മാറി വന്നവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിന്നെ കുരങ്ങാന്ന് വിളിച്ചതിനെ ഇഷ്ടപ്പെടുവോ? അല്ലേ? എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, കുരങ്ങന്റെ വകഭേദമാണ് കുരങ്ങൻ രൂപഭാവം മാറി വന്നതാണെന്ന് പറഞ്ഞ് നിന്നെ കുരങ്ങച്ചി അല്ലെ നിന്നെ കുരങ്ങാന്ന് വിളിച്ചതിനെ ഇഷ്ടപ്പെടത്തില്ല. പിന്നെ നീ ആവശ്യമില്ലാത്ത പറഞ്ഞു നടക്കരുത്. ദൈവത്തിന്റെ പരമാധികാരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിനാണ് മനുഷ്യന്റെ സൃഷ്ടിയുടെ അവകാശം, ഈ കാണുന്ന സകലത്തിന്റെ സൃഷ്ടിയുടെ അവകാശം. അപ്പൊ ഇവിടെ എല്ലാത്തിനും സൃഷ്ടിക്ക് പിന്നിൽ യഹോവയായ ദൈവത്തിന്റെ കരമാണ്. അല്ലാതെ ഇതൊരു വലിയ വിസ്ഫോടനത്തിലൂടെ എന്തോ ഒരു ശബ്ദം കേട്ടപ്പോൾ ആ ശബ്ദത്തിൽ കൊണ്ട് പിന്നിൽ പൊട്ടിപ്പുറപ്പെട്ട് വന്നതല്ല ഭൂമി കേട്ടോ. ഹല്ലേലൂയ. മനുഷ്യന് കുരങ്ങിന്റെ വാല് മുറിഞ്ഞ് വന്നതുമല്ല, അതിന് പിന്നിൽ പ്രവർത്തിച്ചൊരു ദൈവമുണ്ട്. നിങ്ങൾ ഒരു നോട്ടീസ് അടിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു മാറ്റമുണ്ട്. ആ മാറ്റം കൊടുത്തെങ്കിൽ മാത്രമേ പ്രസ്സുകാരൻ നിങ്ങൾക്ക് നോട്ടീസ് അടിച്ചു തരത്തുള്ളൂ. അതിൽ എഴുതിയിരിക്കുന്ന അടിച്ചു തരുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് നിങ്ങൾ 28 കെട്ടുമ്പോൾ, അതിന് പേരിടുമ്പോൾ, അതിന് നാവി കൊടുക്കുമ്പോൾ, അതിന്റെ തല മുട്ടയടിക്കുമ്പോൾ, അതിനെ നേർച്ച കൊടുക്കുമ്പോൾ, അതിനെ അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി സന്ദർശിക്കുമ്പോൾ, അതിന്റെ ബർത്ത്ഡേ ആകുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു വീട് വെക്കുമ്പോൾ, നിങ്ങൾ അതിന് തറക്കല്ലിടുമ്പോൾ, കട്ടള വെക്കുമ്പോൾ,
ആമിന് വാർപ്പ് നടക്കുമ്പോൾ, അതിന് കയറി താമസിക്കുമ്പോൾ, നിങ്ങളുടെ മകളുടെ വിവാഹം നടക്കുമ്പോൾ, വിവാഹ കാര്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതിലെല്ലാം പിന്നിൽ പ്രവർത്തിക്കാൻ ഒരാളുണ്ട്. പിന്നിൽ ഒരാൾ പ്രവർത്തിക്കുമ്പോഴാണ് ഇതെല്ലാം നടക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ പെൻഷനുകൾക്കും നിങ്ങൾ അമ്മയിലേക്ക് വരുന്നവർക്കും മദ്യം വിളമ്പി കൊടുക്കുന്നുണ്ട്. അവിടെ മദ്യം തന്നെ പൊട്ടിമുളച്ച് വന്നതല്ല. മദ്യം അതിനെ ഒഴിച്ചു കൊടുക്കാൻ, വാങ്ങിക്കൊണ്ടുവരുവാൻ അതിന്റെ പിന്നിൽ ഒരാളുണ്ട്. ഇതെല്ലാം തന്നെ മുളച്ചു വന്നത് ഇതിന്റെ എല്ലാം പിന്നിൽ. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആകാശത്തെ സൃഷ്ടിച്ചവൻ എന്ന് പറഞ്ഞ യഹോവയായ ദൈവമാണ്. അല്ലെങ്കിൽ തന്നെ പൊട്ടിമുളച്ചതല്ല. മനുഷ്യൻ വകഭേദം വാലും മുറിഞ്ഞു വന്നതുപോലെ വന്നതല്ല. അതിന്റെ പിന്നിൽ മനുഷ്യ സൃഷ്ടി ദൈവമാണ്. ഈ രണ്ട് നഗ്നസത്യങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴാണ് അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ചില മണ്ടരി രോഗം പ്രാപിച്ച ചില ആളുകൾ പണ്ട് തൊട്ട് ഈ തെങ്ങിനൊക്കെ മണ്ടരി വരുമെന്ന് പറയുമല്ലോ. തെങ്ങിന് മണ്ടരി വന്നു കഴിഞ്ഞാൽ തെങ്ങിന്റെ നാമ്പ് കുത്തി 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 അവസാനം അതിന്റെ ഓലയെല്ലാം പോയി ആ തെങ്ങ് തന്നെ നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞവരെ മണ്ടരി രോഗം പ്രാപിച്ച ചില ആളുകൾ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി ഇത് വലിയ വിസ്ഫോടനത്തിലൂടെ വന്നതാണ്, മനുഷ്യൻ കുരങ്ങന്റെ വാല് മുറിഞ്ഞ് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച ഈ കഥകളാണ് ഇന്നും ഭൂമിയിലെ മനുഷ്യൻ ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും. അങ്ങനെ ഒരു സ്വഭാവം മണ്ടരി പ്രാപിച്ച തെങ്ങിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. എന്ന് പറഞ്ഞാല് ഈ തലയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തലച്ചോറുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന ദൈവവചന സത്യത്തെ അംഗീകരിക്കുന്നവനാണ് സുബോധമുള്ളവൻ. അല്ലെങ്കിൽ മണ്ടരി രോഗിച്ചത് എങ്ങനെ പോലെ നിങ്ങൾ മണ്ടരി പ്രാപിച്ചതാണ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു ചികിത്സ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ കുരങ്ങിന്റെ വാല് മുറിഞ്ഞാണ് മനുഷ്യനുണ്ടായെന്ന് പറയുന്നെങ്കിൽ നിങ്ങൾക്കൊരു ചികിത്സ ആവശ്യമാണ്. അല്ലേ? വേദപുസ്തകം സത്യം പറയുന്നു. അല്ലെങ്കിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. അത് അങ്ങനെ അല്ല എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ പണ്ടിങ്ങനെയൊക്കെ പറഞ്ഞതായിരുന്നു. ഞാനും പണ്ടിങ്ങനെ പറയുന്നത് എന്തോ മാറിയൊന്നും ഞങ്ങളുടെ വലിയപ്പന്മാരൊക്കെ കുരങ്ങായിരുന്നു. അതായത് മണ്ടരി പ്രാപിച്ചാൽ പിന്നെ മണ്ടരി രോഗം പ്രാപിച്ചാൽ പിന്നെ ഇതൊക്കെ പറയുന്നേ. കാരണം പിന്നെ ഇതിനകത്തിരുന്ന് കുത്തുന്ന ഒരു ചെല്ലിയുണ്ട്, തെങ്ങിന്റെ മണ്ട കളയുന്ന ഒരു ചെല്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയ്ക്കകത്തും ചില അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഇരുന്ന് കുത്തുമ്പോഴാണ് നമ്മൾ ഈ സുബോധമില്ലാത്ത വാക്ക് വിളിച്ചു കളയുന്നത്. അല്ലേലിയ, നിങ്ങൾ എന്തോ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല കേട്ടോ. അല്ലേലിയ, നീ മാനസാന്തരപ്പെടണം. അല്ലേലിയ, ഏക സൃഷ്ടാവേ ഉള്ളൂ, ഒറ്റ സൃഷ്ടാവേ ലോകത്തിലുള്ളൂ. ആന്റെ പ്രതി സൃഷ്ടാവില്ല, ഒറ്റ സൃഷ്ടാവ്. ആ സൃഷ്ടാവിന്റെ പേരാണ് യഹോവയായ ദൈവം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഏക സൃഷ്ടാവേ ഉള്ളൂ, അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. അവന്റെ ജനനത്തിങ്കിൽ തന്നെ അലരിയാണ്. അവൻ ദൂതന്മാര് പറഞ്ഞു അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശുവിന്റെ പേരിടണം. ഇമ്മാനുവേൽ നമ്മോട് കൂടെ എന്നർത്ഥമുള്ള യേശുവിന്റെ പേരിടണം. അപ്പം പഴയ ദൈവത്തിൽ യഹോവയായ ദൈവമാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ആ യഹോവയായ ദൈവത്തിന്റെ പേര് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ആമേലിയ ഇമ്മാനുവേൽ അഥവാ യേശു എന്ന പേരായി. ഇതിന്റെ ഈ സൃഷ്ടിയുടെ എല്ലാം പിന്നിലൊരു കരമുണ്ട്. അത് നമ്മുടെ സർവശക്തനായ ദൈവമാണ്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിന്നെ സൃഷ്ടിച്ചവൻ ദൈവമാണ്. അല്ലേലൂയ. പിന്നെ പുതിയ നിയമത്തിലേക്കും പഴയ നിയമത്തിലേക്കും വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും മനുഷ്യന്റെ സൃഷ്ടിയുടെ പിന്നിലെ ദൈവത്തിന്റെ കരം. 139 സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ ലലിയ, അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ ഞാൻ നിന്നെ അറിഞ്ഞു എന്നാ. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 1:5 വായിക്കും, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരുന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടു എന്നാ. അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിയെല്ലാം ദൈവമാണ്. അപ്പൊ ആരോ ഒക്കെ പറയുന്നത് കേട്ടിട്ട് വിളിച്ചു പറഞ്ഞ് നടക്കുന്ന അനുഭവത്തെ ആളുകൾ അല്ലേ ഒരു സ്തോത്രം മണ്ടരി രോഗം പ്രാപിച്ചതുപോലെ മാനസാന്തരത്തിൽ മടങ്ങി വന്ന് സൃഷ്ടമായി ദൈവത്തെ നീ അറിയണം. സൃഷ്ടമായി ദൈവത്തെ അറിയാതെ പോയതാണ് നിന്റെ തകർച്ചകൾ മുഴുവൻ. അല്ലേലിയ. ഞാൻ കഴിഞ്ഞ നാളുകളിൽ അല്ലേലിയ പ്രസംഗിച്ചിരുന്നു. അല്ലേലിയ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ പണ്ട് അല്ലേലിയ ക്രൈസ്തവ ജീവിതത്തിൽ നിൽക്കുന്ന സമയത്ത് യേശു ആരെന്ന് എന്റെ വീട്ടിൽ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് തമ്പാച്ചൻ. അല്ലേലിയ, യേശുവിന് തമ്പാച്ചൻ എന്ന് പറയുന്ന ഒരു പേര് വേദപുസ്തകത്തിലേ ഇല്ല. തമ്പാച്ചന്മാർ അനവധി ഭൂമിയിലുണ്ട്. അവരെല്ലാം കള്ളുകുടിയന്മാരെ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു. പിന്നെ ചിലർ പറയുന്നത് യേശുവിനെ അപ്പച്ചൻ. അല്ലേലിയ, യേശുവിനെ അപ്പച്ചൻ എന്ന് വിളിക്കാനും അവൻ വേദപുസ്തക വാക്യമില്ല. അല്ലേലിയ. യേശു ക്രിസ്തുവിന്റെ അനവധി നാമതയുണ്ട്. അവന്റെ ജനത്തെങ്കിൽ തന്റെ ജനത്തെ പാപങ്ങൾ രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവൻ യേശുവിനെ പേർ വിളിക്കണം.
അപ്പൊ യേശുവിനെ തന്നെ ആ പരമാധികാരത്തെ നമ്മൾ വിളിക്കാം. അധികാരത്തെ അബ്ബാ പിതാവേ, ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നമ്മുടെ രക്ഷകൻ, വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ പാറ, ഹല്ലേലൂയ. അങ്ങനെയൊക്കെ അനവധി നാമങ്ങൾ. പിന്നെ ഈ തമ്പാച്ചൻ, ഹല്ലേലൂയ, അപ്പച്ചൻ, പത്രോസ്, യോഹന്നാൻ, തോമാച്ചൻ, മത്തായി, മാർക്കോസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ യേശുവിന്റെ പേരിനെ അപഹേളിക്കരുത്. നിങ്ങൾക്കൊരു കുട്ടി ജനിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ തക്കുടുവെന്നും അപ്പൂന്നും പപ്പൂസെന്നും കുട്ടൂസെന്നും ആമലലിയ ഒക്കെ നിങ്ങൾ പേരിടുന്ന പോലെ നിങ്ങൾ കർത്താവിന് പേരിടരുത് കേട്ടോ. നിനക്ക് ശാപമാണ്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പേരിട്ട് വിളിക്കും തക്കുടുവെന്നും കുക്കുടുവെന്നും അപ്പൂന്നും, അല്ലരിയ ആമൻ, തമ്പാനെന്നും തമ്പാച്ചനെന്നും അപ്പച്ചനെന്നും പുന്നൂസെന്നും ഒക്കെ, അല്ലരിയ അല്ലേരിയ, സ്തോത്രം. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിട്ട് വിളിച്ചു. പക്ഷെ സൃഷ്ടാവിന് നീ പേരിടരുത്. സൃഷ്ടാവിനെ നീ അപമാനിച്ച് പേരിട്ട് വിളിച്ചാൽ അത് നിന്റെ ജീവിതത്തിൽ ശാപമാസ്വദാവി. അല്ലെങ്കിൽ സൃഷ്ടാവിന്റെ മഹത്വം കൊടുക്കണം. പ്രൈസ്. നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്തിനകത്തൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. നിങ്ങൾ താമസിക്കുന്ന മുനിസിപ്പാലിറ്റിക്കകത്ത്, നിങ്ങൾ താമസിക്കുന്ന കോർപ്പറേഷൻ, നിങ്ങൾ താമസിക്കുന്ന സംസ്ഥാനത്തിനകത്ത് പോലീസ് സ്റ്റേഷനുകളുണ്ട്. ആ പോലീസ് സ്റ്റേഷനകത്ത് ഒരു സബ് ഇൻസ്പെക്ടർ ഉണ്ട്. അല്ലേലിയ. ആ സബ് ഇൻസ്പെക്ടർ എനിക്ക് ചെന്നിട്ട് നീ എന്തെടുക്കുക, നീ എന്തോ എടുക്കുക എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ? ഇന്നത്തെ കാലത്ത് പോലീസ് സ്റ്റേഷൻ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്. അല്ലേ? അവിടെ ചെന്നിട്ട് വാടാവൂയി എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഒരു പദവി കൊടുത്തിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർക്ക് ഒരു പദവിയുണ്ട്, സർക്കിളിന് ഒരു പദവിയുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ സാറേ എന്ന ആദരപൂർവ്വം അവരെ വിനയത്തോട് വിളിക്കും. ചിലരെ യജമാനനെ എന്ന് വിളിക്കും. പ്രൈസറോ. ഞാനൊരിക്കൽ എന്റെ ചെറുപ്രായത്തിൽ ഒരുപാട് കേസും കോടതി കയറി ഇറങ്ങിയിട്ടുള്ളതാ. ഹല്ലേലൂയ. അങ്ങനെ കേസും കോടതി കയറി ഇറങ്ങി ഞാനൊരിക്കൽ പോലീസ് സ്റ്റേഷന്റെ ചെറുപ്രായത്തിൽ നിൽക്കുമ്പോൾ ഒരു മാതാവിന്റെ കേസുമായിട്ട് ആ പോലീസ് സ്റ്റേഷന്റെ മാതാവ് വന്നു. അന്ന് ഇന്നത്തെ പോലെ പോലീസ് സ്റ്റേഷൻ സർക്കിൾ അല്ലെ, SI സബ് ഇൻസ്പെക്ടറാണ് അവിടുത്തെ പൊതു അധികാരം. ആ സബ് ഇൻസ്പെക്ടറെ ആ മാതാവ് വിളിച്ച്, നല്ല പ്രായമുള്ള മാതാവ്, ആ മാതാവ് വിളിച്ച്, യജമാനനെ എന്റെ വിഷയങ്ങൾക്കൊരു പരിഹാരം നൽകി തരണം, എനിക്ക് വീട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല. ആ മാതാവ് വിളിച്ച് യജമാനനെ എന്നാ ആ സബ് ഇൻസ്പെക്ടറെ. നോക്കിയേ, ആ മാതാവിന് എത്ര ബഹുമാനത്തോടുകൂടി, എത്ര ആദരവോടുകൂടിയാണ് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ സബ് ഇൻസ്പെക്ടർക്ക് ആ യജമാനനെ എന്ന് വിളിച്ച്. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം വിനയത്തോടെ സാറേ എന്ന് വിളിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ കാണുന്ന ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച പരമാധികാരിയായിരിക്കുന്ന കർത്താവിനെ നീ തമ്പാനെന്നും തമ്പാച്ചനെന്നും അപ്പച്ചാന്നും വിളിക്കരുത്. അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ യേശു എന്ന പേര്, അവന്റെ പേര് അധികാരത്തിന്റെ പേരാണ്. കർത്താവിനെ ഇത് കളിയാക്ക വരും കരുത് കേട്ടോ. അപ്പൊ നീ പോലീസ് സ്റ്റേഷൻ ചെന്നാൽ അവരെ നിനക്ക് ഷോളി വിളിച്ച നല്ല കീറ് കിട്ടും എന്ന് പറഞ്ഞ പോലെ നീ കർത്താവിനെ അപമാനിക്കുമ്പോൾ കർത്താവിന്റെ നാമത്തെ അവഹേളിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം പറയുമ്പോൾ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങി വരും. രക്തം ചെയ്യും. നിങ്ങൾ പരീക്ഷിച്ചു നോക്ക്. ഞാൻ എൻ്റെ ജീവിത അനുഭവങ്ങളുടെ പണ്ടിതൊന്നും അറിയില്ലായിരുന്നു. അറിയാത്ത കാലത്ത് ഞാനും ഒരുപാട് മണ്ഡലി രോഗം പ്രാപിച്ച മനുഷ്യനെ തെങ്ങിന്റെ കാര്യം പറഞ്ഞ പോലെ മണ്ടയില്ലാത്ത തല കൊണ്ട് ഞാനും പലതും പറഞ്ഞു നടന്നു. അല്ലേ? അത് തലയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തലയ്ക്കകത്ത് എന്തെങ്കിലും വേണം. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാനുണ്ട് വിവേകമുണ്ട്, പണമുണ്ട്, പ്രതാപമുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാഭാവിക നിന്റെ തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്ന സൃഷ്ടാവ് ആരാന്നറിയാൻ, എന്റെ പേരെന്താണെന്നറിയാൻ, ആ പേരിന്റെ അധികാരമുണ്ട്. പരമാധികാരത്തിൽ നീ അവനെ കാണണം, യേശുവിനെ കാണണം. ഇന്നത്തെ കാലത്ത് യജമാനനെ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒറ്റ വ്യക്തി ഉണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. പ്രൈസ്. കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ യജമാനനെ നമുക്ക് വിളിക്കാൻ കഴിയുള്ളൂ. യേശു മാത്രമേ ഒരു യജമാനനായിട്ടുള്ളൂ. ഭൂമിയിൽ പല യജമാനന്മാരുമുണ്ട്. അല്ലേരിയ. നിങ്ങളൊരു കോടതി ചെന്നിട്ട് ആ കോടതിയിൽ ഒരു മജിസ്ട്രേറ്റ് ഉണ്ട്. അല്ലേരിയ. ഈ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് ഉണ്ട്. സെഷൻസിലൊക്കെ ചെല്ലുമ്പോൾ ജഡ്ജിമാരായി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്. ഹൈക്കോടതി ജഡ്ജി, സുപ്രീം കോടതി ജഡ്ജി. അവിടെ ചെന്ന് വെച്ചാൽ അവരുടെ പേര്. അല്ലേരിയ. സ്തോത്രം. ഇന്ത്യയുടെ ഭരണാധികാരി, പ്രധാനമന്ത്രിക്ക് ഒരു പേരുണ്ട്. കേരളത്തിന്റെ മുക്കിന് പേരുണ്ട്. എല്ലാവർക്കും പേരുണ്ട്. ഇന്ത്യയുടെ പ്രഥമ സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ പ്രസിഡന്റിന് ഒരു ആദരവുള്ള ഒരു പേരുണ്ട്. അതൊക്കെ വിളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റത്തില്ല.
അല്ലേരി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിന്റെ പരമാധികാരത്തെ നീ മനസ്സിലാക്കി അവന്റെ സന്നിധി കീഴ്പ്പെട്ട് നീ എന്ന് വരുന്നോ, എപ്പോൾ നീ അവനെ അനുസരിക്കുന്നു, അവനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അന്ന് നിന്റെ കുടുംബത്തെ ദൈവം ആദരിക്കും. നീ കർത്താവിനെ ആദരിച്ചില്ലെങ്കിൽ അല്ലേരിയ, നിന്നെ കർത്താവ് ആദരിക്കത്തില്ല. അല്ലേരിയ. നമ്മൾ കർത്താവിന് ബഹുമാനം കൊടുക്കണം. പ്രൈസലോ. അപ്പൊ നിങ്ങൾക്ക് ഭൂമിയിൽ നിങ്ങൾക്ക് എന്തും ചെയ്യുവാൻ അധികാരമുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് ആരാണെന്ന് തിരിച്ചറിയണം. അല്ലെ, ദൈവത്തെ യേശു ക്രിസ്തു എന്ന് നമുക്ക് വിളിക്കാൻ കഴിയും. സ്വർഗസ്ഥനായ പിതാവി എന്ന് വിളിക്കാൻ കഴിയും. ശ്രേഷ്ഠനായ പിതാവി എന്ന് വിളിക്കാൻ കഴിയും. അല്ലേരിയ. സ്വർഗസ്ഥനായ പിതാവി എന്ന വാക്ക് പഴയ നിയമത്തിൽ ഒരു പ്രാവശ്യം പോലും വന്നിട്ടില്ല. സ്വർഗസ്നായ എന്ന പിതാവി എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ ഒറ്റ പ്രാവശ്യം പോലും ഇല്ല. അവിടെ കർത്താവിന്റെ നാമത്തിന് പല വ്യത്യസ്തമായ അധികാരത്തിന് പേരുകൾ ചാർത്തിയിരിക്കുകയാണ്. ലേലിയ. എന്നാൽ ഇസ്രാജനങ്ങളും അവനെ സ്നേഹവാനായ പിതാവ് എന്ന് അറിഞ്ഞിട്ടില്ല. ഇസ്രാജനങ്ങളും സ്വർഗസ്നായ പിതാവ്, സ്നേഹവാനായ ദൈവം, കാരുണ്യമുള്ള ദൈവം, കാരുണ്യവാനായ ദൈവം, ദയുള്ള ദൈവം, മനസ്സിലുള്ള ദൈവം എന്നൊന്നും ഇസ്രാജനും അറിഞ്ഞിട്ടില്ല. ലേലിയ. ഭൂരിപക്ഷം സമയങ്ങളിലും ന്യായവിധിയുടെ ദൈവമായിട്ടാണ് അവർ യഹോവയെ ദൈവത്തെ കണ്ടത്. സാജനം ഭൂരിപക്ഷം സമയങ്ങളിലും സാജനം ചെയ്തു പോയ പാപത്തിന് പ്രതിഫലമായി, അവർ ചെയ്ത അകൃത്യത്തിന് പ്രതിഫലമായി ന്യായവിധിയുടെ ദൈവത്തെയാണ് സാജനം കണ്ടത്. കാരണം സാജനത്തെ ദൈവം വിടുവിച്ച് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നാളെ തൊട്ട് അന്ന് തൊട്ട് അവർ ദൈവസനെ മത്സരിക്കുകയാണ്. മോശയോടും അഹരോനോടും മത്സരിക്കുകയാണ്. ദൈവിക പ്രമാണത്തെ അനുസരിക്കുന്ന ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ട ദൈവമില്ലാതെ പോയ ജനത്തെ ദൈവം ന്യായം വിധിച്ചു എന്ന് രക്തം ചെയ്യാം. ലേലിയ. ദൈവം ന്യായം വിധിച്ചു. സീനായി വരയിൽ കർത്താവ് ഇറങ്ങി വന്ന കാഴ്ച ഭയന്ന് വിറയ്ക്കത്തക്കമായിരുന്നു. അപ്പോൾ ഇടിമുഴക്കവും മിന്നലും ഉണ്ടായി. മല മുഴുവനും പുകമണ്ഡലം കൊണ്ട് നിറഞ്ഞുവെന്നാണ് സീനായിൽ ദൈവം ഇറങ്ങിയപ്പോൾ ദൈവത്തെ കുറിച്ച് പറയുന്നത്. ലേലിയ. സ്തോത്രം. ലേലിയ. നിങ്ങൾ ഈ 113 സങ്കീർത്തനം ആണ് നോക്കുന്നത്, വായിച്ചു നോക്കണം കേട്ടോ. ലേലിയ. സ്തോത്രം. നമ്മുടെ ദൈവം ആരാണ്? സൃഷ്ടവ. അനാദ്യം ശാശ്വതമായി ദൈവമാണ്. ആദ്യനും അന്ത്യനുമാ. ലേലിയ. ആദ്യം അറിഞ്ഞവനും അന്ത്യം അറിയുന്നവനും. എന്നെ കേൾക്കുന്ന ശ്രോത, നിന്റെ ആദ്യം അറിഞ്ഞവൻ, നിന്നെ കുറിച്ച് ആദ്യം അറിഞ്ഞവൻ, നിന്റെ അന്ത്യം എന്താണെന്ന് അറിയുന്നവൻ. ലേലിയ. പാപത്തിന്റെ നീർച്ചുഴിയിൽ വീണ് കിടന്നപ്പോൾ, പാപത്തിന്റെ ചങ്ങലക്കകത്ത് വീണ് കിടന്നപ്പോൾ മണ്ഡലി രോഗം പ്രാപിച്ചതുപോലെ നീ ജീവിച്ചൊരു കാലഘട്ടത്തിൽ ദൈവം ആരെന്നറിയാൻ തപ്പി നടന്നൊരു കാലമുണ്ട്. ആ കാലഘട്ടം ദൈവം നിന്നെ വിളിച്ചു മണ്ഡലി രോഗം പ്രാപിച്ച നിന്നെ വിടിവിച്ചു കൊണ്ടുവന്നിട്ട് നിനക്ക് സുബോധത്തിന്റെ ആത്മാവിനെ തന്നു. ലേലിയ. ആ മണ്ഡലി രോഗം പ്രാപിച്ച നമ്മുടെ ഈ സുബോധം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ ലൂക്കോസ് വിശുദ്ധ 15-ാം അധ്യായം വായിക്കും. ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. ആ 2 മക്കൾ ഒരുത്തൻ ഇളയവൻ. അപ്പ എന്റെ അങ്ങയുടെ വസ്തുവിന്റെ പങ്ക് എനിക്ക് തരണം, എന്റെ പങ്ക് എനിക്ക് തരണമെന്ന് മേടിച്ചുകൊണ്ട് ദൂരദേശത്ത് പോയി ദുർനടപ്പുകാരനായി ചെട്ടികമായ ജീവിതം നയിച്ച്, അശുദ്ധമായ ജീവിതം നയിച്ച് ദുർനടപ്പുകാരനെ ജീവിച്ച് അവന്റെ കയ്യിലുള്ളതെല്ലാം തീർന്നു കഴിഞ്ഞ് അവൻ ആ നാട്ടിലെ പ്രമാണിച്ചെന്ന് അന്വേഷിച്ച് പന്നികളെ മേയിക്കുന്ന ജോലി കിട്ടി. പന്നികൾക്ക് കൊടുക്കുന്ന വളവിര പോലും കിട്ടിയില്ല തിന്നാൻ. അപ്പോൾ അവന് സുബോധം വന്നു. അതുവരെ മണ്ഡലി രോഗം പ്രാപിച്ചവനായിരുന്നു. ലേലിയ. ആ മണ്ഡലി പ്രാപിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അവൻ അതുകൊണ്ട് അങ്ങ് പോയി അപ്പന്റെ സ്വത്ത് മേടിച്ചു. പിന്നെ മണ്ടയില്ലാത്തവനായി തീർന്നു. തലമണ്ടയില്ലാത്തവനായി തീർന്നു. തലയ്ക്കങ്ങ് തോന്നുകയില്ല. പിന്നെ അവന് സുബോധം ദൈവം കൊടുത്തപ്പോഴാണ് അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നത്. എന്നെ കേൾക്കുന്ന ശ്രോതാവി, നീ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വാ. നിന്റെ മണ്ഡലി മണ്ഡലി പ്രാപിച്ച ആ തലമണ്ട മാറ്റിയിട്ട് തെങ്ങ് നീ നോക്ക്, അതിനകത്തൊരു ചെല്ലിയിരുന്ന് കുത്തുക. ഹല്ലേലൂയ. മാനസാന്തരത്തിൽ മടങ്ങി വരണം. യേശു ആരെന്നറിയാം. നിന്റെ സൃഷ്ടാവ് ആരെന്ന് നീ എപ്പോൾ അറിയുന്നോ ആ സമയം നിന്റെ കുടുംബത്തിന്റെ ബന്ധനമഴിയും, നിന്റെ കുടുംബത്തിന്റെ ശാപമറിയും. ഹല്ലേലൂയ. അപ്പൊ ശാപമഴിയുവാനും ബന്ധനമഴിയുവാനും നീ യേശുവിനെ അറിയണം. പ്രൈസ് ദി ലോർഡ്. അനവധി ശാപം മുറിക്കക്കാരും ബന്ധനം അഴിക്കക്കാരും ഇന്ന് ഭൂമിയിലുണ്ട്. പക്ഷേ അവർക്ക് ആർക്കും ഒരു മനുഷ്യന്റെ ബന്ധനത്തെ അഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അതിന് 18 വർഷം കൂനിയായി ജീവിച്ച ഒരു സഹോദരിയെ കുറിച്ച് നമ്മൾ ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അവൾ 18 വർഷം കൂനിയ, നിലത്ത് നോക്കി മാത്രം, മുകളിലേക്ക് നോക്കിയിട്ടേ ഇത് നോക്കാൻ കഴിയത്തില്ല, വിവരം കഴിയത്തില്ല. അവർ പള്ളികളിൽ ഒക്കെ ആ സമയത്ത് പോയിട്ടാണ്. അന്നും അനവധി പുരോഹിതന്മാരും ഒക്കെ മത നേതാക്കന്മാരും ഉണ്ട്.
ആ കൂനിയായ സ്ത്രീയുടെ അവൻ കൂന് മാറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ യേശു എന്ത് ചെയ്തു? അവളെ തൊട്ട് അവിടെ കൂന് മാറി അവൾ നുവർന്ന് യേശുവിനെ കണ്ടു. നീ ഒരുവിധം കൂനം പിടിച്ചവനാ സഹോദര, ഒരുവിധം കൂനം പിടിച്ചവളാ സഹോദരി. നിനക്ക് മുകളിലോട്ട് നോക്കാൻ അറിയത്തില്ല. മുകളിലോട്ട് നോക്കാൻ നിനക്ക് അറിയണമെങ്കിൽ നീ യേശുവിനെ അറിയണം. യേശു നിന്നെ തൊടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം നമ്മൾ വായിക്കുന്നത്, എന്നാൽ പഴയ നിയമത്തിൽ ദൈവമക്കളായ അല്ലെങ്കിൽ സ്തോത്രം ഇസ്രായേൽ ജനം ദൈവത്തെ സ്നേഹിച്ചു, അവനിൽ വിശ്വസിച്ചപ്പോൾ ഹല്ലേലൂയ അവന്റെ കൃപ അവരെ അനുഭവിക്കാൻ കഴിഞ്ഞു. പ്രൈസ്. പാപത്തിന്റെ അടിമത്തത്തിൽ, മിസ്രയീമിന്റെ അടിമത്തത്തിൽ കിടന്ന സാഹചര്യം ദൈവത്തെ അറിഞ്ഞപ്പോൾ, ദൈവത്തെ സ്നേഹിച്ചപ്പോൾ, അവരെ വിടുവിക്കുന്ന ഒരു യഹോവയുണ്ടെന്ന് അവർ അറിഞ്ഞപ്പോൾ അവർ ദൈവത്തോട് ചേർന്ന് വന്നാൽ ദൈവിക വിടുതൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തെ മറന്നുപോയി. ഇന്നും അങ്ങനെ തന്നെയാ. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മൾ അറിഞ്ഞു, അവന്റെ മക്കളായി തീർന്നു. ആമേൻ. പിതാവിന്റെ സ്നേഹത്തെയും അവകാശത്തെയും വാത്സല്യത്തെയും നമ്മിൽ പകർന്ന് നമ്മെ അധികാരത്തോടെ മകനെ മകളെ എന്ന് വിളിക്കുമ്പോൾ, നമ്മൾ നന്മ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ മറന്നുപോകും. ഇസ്രായേൽ ദൈവജനത്തെ മറന്നുപോയതുപോലെ ഈ കാലഘട്ടത്തിൽ പുതിയ നിയമ ഇസ്രായേലും പുതിയ നിയമ സഭയും ദൈവത്തെ മറന്നുപോകുന്നു. അവൻ നമ്മെ വാത്സല്യത്തോടെ വിളിക്കുകയാണ്, വാത്സല്യത്തോടെ വിളിക്കുന്നു. യേശുവിന്റെ അരികിൽ കടന്നു വന്നവരെയൊക്കെ യേശു വിളിച്ച്, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഇനി പാപം ചെയ്ത മകളെ, പ്രിയ മക്കൾ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കൊരു അധികാരിയുണ്ട്, ഒരു അധികാരിയായ ദൈവമുണ്ട്. അതുകൊണ്ട് ദൈവം നിന്നെ സ്തോത്രം ദൈവത്തിന്റെ മകളായി മാറിക്കഴിഞ്ഞപ്പോൾ പിതാവിന്റെ സ്നേഹവും അവകാശവും വാത്സല്യവും നിനക്ക് തന്നു കഴിഞ്ഞപ്പോൾ, അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിന്റെ അവകാശത്തിന്റെ മേൽ പകർന്നപ്പോൾ ആ അവകാശത്തിൽ നീ ജീവിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അവകാശത്തില് നീ ജീവിക്കണം. അതാണ് റോമാലേഖനം വായിക്കുമ്പോൾ അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നു എന്ന് പറയുന്നത്. അപ്പൊ ഈ റോമാലേഖനം 8:15 നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഹല്ലേലൂയ, ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല നാം അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ എത്രയേ പ്രാപിച്ചത് എന്ന് പൗലോസ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ ന്യായപ്രമാണത്തിന് കീഴിലുള്ള പ്രായപൂർത്തിയാകാത്ത ശിശുക്കളെ പോലെയാണ്. എന്നാൽ ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ള ശിശുവിന്റെ സ്ഥാനത്തേക്കല്ല, പുത്രത്വത്തിന്റെ പദവിയിലേക്കാണ് വരുന്നത്. ന്യായപ്രമാണത്തിന് കീഴിലാണെങ്കിൽ നമ്മൾ ശിശുവാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ നമ്മൾ വീണ്ടും ന്യായപ്രമാണത്തിന് കീഴിലുള്ള ശിശുവല്ല, പുത്രത്തിന്റെ ആത്മാവിനെ നമ്മൾ പ്രാപിക്കുക. പുത്രത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട്, അതായത് ദൈവ കുടുംബത്തിൽ പ്രായപൂർത്തിയായ ഒരു മകന്റെ സ്ഥാനത്തേക്ക് നിങ്ങൾ വിളിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിൽ ശിശുവാ, പുതിയ നിയമത്തിലേക്ക് നിങ്ങൾ മക്കളായി കഴിയുമ്പോൾ ഹല്ലേലൂയ സ്വർഗരാജ്യത്തിൽ പ്രായപൂർത്തിയായ ഒരു മകന്റെ അവകാശത്തിലേക്ക് ദൈവം നിന്നെ വിളിച്ചു വേർതിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിന്റെ ആത്മാവിനെ, അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നു പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ എന്ന് പറഞ്ഞാൽ പുത്രത്തിന്റെ പദവി സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിക്കുന്നവർ ദൈവത്തെ അപ്പാ പിതാവി എന്ന് വിളിക്കും. അത് ന്യായപ്രമാണത്തിന്റെ അധീനതയിൽ കിടന്ന നീ പുത്രത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോഴാണ് അപ്പാ പിതാവി എന്ന് വിളിക്കുവാൻ കഴിയുന്നത്. അങ്ങനെയുള്ളവർക്കാണ് യഹോവയായ ദൈവം യഥാർത്ഥ സൃഷ്ടാവ്, പുതിയ രൂപത്തിൽ കർത്താവ് യേശുക്രിസ്തു സൃഷ്ടാവ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പൊ ആദ്യം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് പഴയ നിയമത്തിന്റെ ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു സ്നേഹിച്ച യോഹന്നാൻ എഴുതി വെച്ചു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവരാദിയിൽ അവൻ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവൻ ജീവനുണ്ടായിരുന്നു. അപ്പൊ യോഹന്നാൻ പറയാണ്, ഹല്ലേലൂയ, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവന് ജീവനുണ്ടായിരുന്നു. എന്നിട്ട് ഈ കാലഘട്ടത്തിൽ ഈ മണ്ഡലി പ്രാപിച്ച മനുഷ്യൻ പറയുക, ഇതെവിടുന്നോ പൊട്ടി വന്നതാണ്, മലേറിയ, മനുഷ്യൻ കുരങ്ങിന്റെ വാല് പറഞ്ഞു വന്ന. ഇപ്പൊ എന്തോ ഒരു രോഗമുണ്ടല്ലോ, അല്ലെ, എന്തെങ്കിലും ഒരു രോഗമുണ്ട്, അത് നല്ല ചികിത്സ, ഈ മണ്ഡലി രോഗത്തിന് നല്ല മരുന്നൊക്കെ കിട്ടും. അല്ലരിയ, എനിക്ക് തോന്നുന്നു കുമ്മായവും അല്ലെങ്കിൽ ഏതാണ്ട് പിന്നെ ചുണ്ണാമ്പോ ഉപ്പോ ഒക്കെ വാങ്ങി ആ തെങ്ങിന്റെ മണ്ടയിലിട്ട്, വേറെ കീടനാശിനിയൊക്കെ ഉണ്ട്. ആ മണ്ഡല രോഗത്തെ ചികിത്സ തെങ്ങ് നന്നാക്കിയെടുക്കാൻ കർഷകൻ ശ്രമിക്കുന്നത് പോലെ
എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവേ, യേശുവെ ക്രിസ്തുവിനെ അറിയാതെ, ദൈവം ആരെന്നറിയാതെ, സൃഷ്ടാവിനെ നീ അറിയാതെ, ഇന്ന് നീ മണ്ടൻ രോഗം പ്രാപിച്ച മനുഷ്യനെ പോലെ, മണ്ടൻ പ്രാപിച്ച തെങ്ങിനെ പോലെയാണ് നീ ജീവിക്കുന്നെങ്കിൽ നിനക്ക് അത്യാവശ്യം ഒരു ചികിത്സ ആവശ്യമാണ്. ഹല്ലേലൂയ. മാനസാന്തരം പടയുക. നമ്മുടെ കർത്താവിന്റെ ബഹുമാനത്തെ അറിയണം. കർത്താവ് നിന്നെ ബഹുമാനിച്ചിരിക്കുക. കർത്താവ് നിന്നെ ആദരിച്ചതാ. ന്യായപ്രമാണത്തിൽ ശിശുവായിരുന്നു നിന്നെ വിളിച്ച് വേർതിരിച്ച് അപ്പാ പിതാവിതേകൾ വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ തന്ന് ദൈവരാജ്യത്തിൽ പ്രായപൂർത്തിയായ ഒരു മകന്റെ അവകാശം തന്ന്, ഹല്ലേലൂയ, നിന്നെ ദൈവരാജ്യത്തിൽ ഇരുത്തിയിരിക്കുമ്പോൾ നീ വീണ്ടും കർത്താവിനെ കളിയാക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവ് തമ്പാനും പൊന്നപ്പനും ഒന്നും അല്ല. ഹല്ലേലൂയ. തമ്പാനും പൊന്നപ്പനും അപ്പച്ചനും ഒക്കെ ബാറിന്റെ ബീവറേജിന്റെ പടിക്കെ കാണും. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു അവൻ ദൈവരാജ്യത്തിലുണ്ട്. യേശു ദൈവരാജ്യത്തിലുണ്ട്. പിതാവിന്റെ വലത്തുഭാഗത്ത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. തന്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ, മണവാട്ടി സഭയെ ചേർക്കാൻ കർത്താവ് മധ്യാകാശത്തിൽ വരാൻ സമയമായി. എന്നെ കേൾക്കുന്ന മനുഷ്യ, നീ അഹങ്കരിക്കരുത്. മനുഷ്യൻ അഹങ്കരിച്ചാൽ ഊട്ടി നേരത്തേക്കേ ഉള്ളൂ. ഫ്രീസറോ, കഴിഞ്ഞ ദിവസങ്ങളാണല്ലേ നാം അമേരിക്കയിലെ ടെക്സാസിലുണ്ടായ മില്ലപ്രളയം നിങ്ങൾ കണ്ടില്ലേ? അപ്രതീക്ഷിതമായ സമയത്ത്, ആരും നാം ചിന്തിക്കാത്ത സമയത്ത് ടെക്സാസിലുണ്ടായ മഴ, ആ മഴ പൊടുന്നതിനും എന്ത് ചെയ്തു? വലിയ വെള്ളപ്പൊക്കമായി മാറി. മനുഷ്യന്റെ ജീവിത സാഹചര്യം മുഴുവൻ തകർത്ത് എത്രയോ മരണങ്ങൾ, മനുഷ്യൻ ഒരു ആയുസ് മുഴുവൻ സമ്പാദിച്ച് കൂട്ടിവെച്ചതെല്ലാം എന്ത് ചെയ്തു? ഒറ്റയടിക്ക് മഴവെള്ളം ഒഴുക്കിക്കൊണ്ടുപോയി ടെക്സാസിൽ. അത് മനുഷ്യന്റെ ആയുസ് എത്രയാന്ന് നീ തിരിച്ചറിയണം. നീ എത്ര അഹങ്കരിച്ചാലും നിഗളിച്ചാലും, എത്ര താൻ തോന്നിയായി ചാടി നിഗളിച്ച് അഹങ്കരിച്ച് ദൈവമില്ല എന്ന് പറഞ്ഞ് മണ്ടലി പിടിച്ച മൂടന്മാരെ പോലെ നീ ജീവിച്ചാലും, ദൈവനാമത്തെ നീ ദൂഷിച്ചാലും, അപമാനിച്ചാലും, കർത്താവിനെ നീ തള്ളിപ്പറഞ്ഞാലും, മനുഷ്യന്റെ അവസ്ഥയെ നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. ടെക്സാസിലുണ്ടായ അപകടം, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കേരളത്തിലെ മഴക്കാല സമയത്തുണ്ടായ ഉൾപ്പൊട്ടുകളെ നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അത് ദൈവ ന്യായം വിധിക്കത്തക്കതിന് നീ പാപത്തിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സുവിശേഷം വിളിച്ചു പറയുന്നത്. ഈ സ്നേഹവാനായ ദൈവത്തെ വിളിച്ച് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന് ആത്മാവിനെ നമുക്ക് തന്ന് നമ്മളെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, കരുതലോടെ, കരുണയോടെ, മനസ്സിലൂടെ നമ്മൾ സ്നേഹിച്ച് മാറോട് ചേർത്ത് വിളിച്ച് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന, നമ്മുടെ കണ്ണുനീര് ഒപ്പുക്കുന്ന, നമ്മുടെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്ന, നമുക്ക് സൗഖ്യം തരുന്ന, സമാധാനം നൽകുന്ന, സന്തോഷം തരുന്ന, ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം തന്ന് നമ്മെ പോറ്റി പുലർത്തുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നിന്റെ കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടിയിട്ടാണ്, നിന്റെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്. നീ മാനസാന്തരം മടങ്ങുവാൻ നിന്റെ കഷ്ടങ്ങളെല്ലാം മാറും. നാളുകൾ എത്രയായി നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, മുട്ട നിൽക്കാൻ തുടങ്ങിയിട്ട്, നിലവിളിക്കാൻ തുടങ്ങിയിട്ട്, നിറച്ചിടാൻ തുടങ്ങിയിട്ട്, വഴിപാട് കൊടുക്കാൻ തുടങ്ങിയിട്ട്, ഏതെല്ലാം പള്ളികൾക്ക്, ഏതെല്ലാം തീർത്ഥാടന സ്ഥലത്തിൽ വഴിപാട് കൊടുത്തുവിട്ട് നീ കൊണ്ടക്കൊടുത്ത് നിനക്ക് എന്ത് മറുപടി കിട്ടി? ഏതെല്ലാം മലകൾ കയറി ഇറങ്ങി, എന്തെല്ലാം നിന്റെ ശരീരത്തിൽ നീ ദണ്ഡിപ്പിച്ചു, ശരീരത്തെ കൊണ്ട് നീ എന്തെല്ലാം പീഡനം നടത്തി. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നിനക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടിയില്ല. ഹല്ലേലൂയ. നിന്റെ കഷ്ടങ്ങൾ, നിന്റെ പാപങ്ങൾ, നിന്റെ ശാപങ്ങൾ, നിന്റെ രോഗങ്ങൾ എല്ലാം ഏറ്റെടുത്ത് യേശു കർത്താവായ യേശു ക്രൂശിൽ അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം തന്നിട്ടുണ്ട്, വിടുതൽ തന്നിട്ടുണ്ട്, മോചനം തന്നിട്ടുണ്ട്. ന്യായപ്രമാണത്തിൽ ശിശുത്വത്തിനായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ശിശുത്വത്തിലേക്ക് നമ്മെ മാറ്റി പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ തന്ന് ദൈവം നമ്മളുടെ ആക്കി വെച്ചിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിന് കൊടുക്കേണ്ട ബഹുമാനത കൊടുക്കണം. എത്താൻ ചെയ്യാം. നിങ്ങൾ അപ്പോസ്തലന്മാർ എവിടെയും കർത്താവിനെ ഹല്ലേലൂയ അവഹേളിച്ച് വിളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആദ്യം ഈ കാലം വന്നപ്പോഴാണ് കർത്താവിനെ അറിയാത്ത ജനം, ദൈവത്തെ അറിയാത്ത ജനം. ഈ കാലഘട്ടം അത് മനുഷ്യനെല്ലാം എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത. അതുകൊണ്ടാണ് സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 24 വായിക്കുമ്പോൾ യേശു എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാരെ ബുദ്ധിഹീനരെ വിളിക്കുന്നത്, മന്ദബുദ്ധികളെ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. നാം മാനസാന്തരം പടങ്ങി വന്ന് കർത്താവായ സുബോധത്തെ പ്രാപിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത് ഹല്ലേലൂയ, അവൻ ഭൂമിയിലെ സകല ജീവജന്തുക്കളെ സൃഷ്ടിച്ച പിതാവാണ്. ഭൂമിയിലെ ഈ കാണുന്ന വൃക്ഷലതാദികളെ, ഭൂമിയിലുള്ള സകല സസ്യാദികളെയും, കാട്ടിലെ മൃഗങ്ങളും മാറ്റിലെ മത്സ്യങ്ങളും, ഹല്ലേലൂയ, കാറ്റിലും കരയിലും ആകാശ മേഘങ്ങളുള്ള കോടാനുകൂടി ഗാലക്സികളെ ഒക്കെ നിർമ്മിച്ചവൻ നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. എല്ലാത്തിനെയും നിർമ്മിച്ചവൻ നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കൊണ്ട് ഈ ആകാശത്തിനവൻ വിധാനം എന്ന് പേരിട്ട് എന്ന് പറഞ്ഞാൽ
ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹല്ലേലൂയ, ആകാശവിധാനത്തിലെ അത്ഭുതങ്ങൾ, അനന്തവിസ്തൃതമായ ആകാശവിധാനത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആമേൻ സ്തോത്രം താരസമൂഹങ്ങളുടെ ഒരു നിര തന്നെ കാണാം. അനന്തവിസ്തൃതമായി ആകാശവിധാനത്തിൽ സകല മനുഷ്യൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് താരസമൂഹങ്ങളാണ്, അഥവാ ഗാലക്സികൾ, പ്രപഞ്ചത്തിൽ കോടാനുകോടി ഗാലക്സികൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. ഓരോ ഗാലക്സിക്കും 2 ലക്ഷം കോടിയിലധികം നക്ഷത്രങ്ങൾ വീതമുണ്ടെന്നാണ് പറയുന്നത്. സൗരയൂഥത്തിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് സൂര്യൻ. പക്ഷേ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം 14,88 കിലോമീറ്റർ ആണെന്ന് പറയുന്നു. വെള്ളം തിളയ്ക്കുവാൻ 100 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് മതിയാകും. പക്ഷേ സൂര്യന്റെ ചൂട് ഊഹാതീതമാണ് അല്ലേ എന്ന് പറയുന്നത്. സൂര്യന്റെ ചൂട് നമുക്ക് അറിയാൻ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അനന്തവിസ്തൃതമായ ഈ ആകാശവിധാനത്തിൽ താരസമൂഹങ്ങളായി എണ്ണിയാൽ തീരാത്ത പോലെ ഗാലക്സികളെ നിർമ്മിച്ച് സൂര്യനെ ചന്ദ്രനെ നിയമിച്ച് അതതിന്റെ പാതയിലൂടെ സഞ്ചരിപ്പാൻ, അതിനൊന്നുപോലും പൊഴിഞ്ഞു പോകാതെ കൃത്യതയിലൂടെ അതിന്റെ സഞ്ചാര ഭ്രമണത്തിലൂടെ നടത്താൻ കഴിവുള്ള ഒറ്റ ദൈവം സൃഷ്ടാവുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രം, യഹോവയെ ദൈവം മാത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് സൃഷ്ടികൾക്കല്ല പ്രാധാന്യം, ശ്രോതാവി സൃഷ്ടമായ ദൈവത്തെയാണ്. സൃഷ്ടമായ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട സുവിശേഷത്തിന്റെ ഭാഗമായി ന്യായപ്രമാണത്തിന്റെ ശിശുത്വ വീട് കടന്ന് പാപത്തിനെതിരായ നിത്യ നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആ നരകത്തിൽ നിന്നെ വിളിച്ച് വേർതിരിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തന്ന നിന്റെ പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ അവസാനത്തുള്ളി രക്തം വരെ കൊടുത്ത് നിനക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവൻ മരിച്ചടക്കപ്പെട്ടിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇന്നും ജീവിക്കുന്നവൻ യേശു മാത്രം. യേശു ക്രിസ്തു മാത്രമേ ഭൂമിയിൽ നിന്ന് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തിട്ടുള്ളൂ. ഹല്ലേലൂയ. വേറെ ആരും മരിച്ചവരിലും ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, യേശു പണ്ട് മരിച്ചു ഉയർപ്പിച്ചതിന്റെ പത്രോസിന്റെ പൗലോസ്, അതെ, അവരൊക്കെ വീണ്ടും മരിച്ചവരാ. യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചവരും പത്രോസും പൗലോസും ഒക്കെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവരൊക്കെ വീണ്ടും മരിച്ച് കല്ലറകൾ ഒതുങ്ങി. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു മരിച്ചവൻ ആദിജാതനായി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇന്നും മരിക്കാത്തവനായി ജീവനുള്ളവനെ നമുക്ക് വേണ്ടി ചെയ്യുന്ന അവന് മരണമില്ലാത്തവൻ. അത് യേശുവിന് മരണമില്ലാത്തവൻ. ഹല്ലേലൂയ. സ്തോത്രം. ഭൂമിയിലുള്ളത് സകലും മരണമുള്ളതാണ്. ഭൂമിയിലുള്ളത് സകലും ഒരു പിടിച്ചാരമായി തീരുന്ന ഒരു ദിവസമുണ്ട്. മനുഷ്യന്റെ സൃഷ്ടികളെല്ലാം മനുഷ്യനെ ഈ ഭൂമിയിൽ വെച്ച് പൂജിക്കുന്ന സകല ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം ഒരു പിടിച്ചാരമാകുന്ന ദിവസമുണ്ട്. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയിഴിയും. ഭൂമിയും അതിലുള്ളതെല്ലാം വെന്തു പോകുന്ന 2 പത്രോസിന്റെ 3:7 തൊട്ടുള്ള വാക്യങ്ങൾ താഴോട്ട് വായിച്ചു വേണം. 3 വായിച്ചാൽ 2 പത്രത്തിന്റെ 3 വായിക്കണം കേട്ടോ. ഹല്ലേലൂയ. മുമ്പത്തെ ഭൂമിയെ ദൈവം ജലപ്രളയത്താൽ മുക്കിക്കളഞ്ഞു. ഇനിയുള്ള ഭൂമിയെ തീക്കായിട്ട് സൂക്ഷിച്ചിട്ട് കാണാൻ കഴിയും. അപ്പം ഇനി നമ്മുടെ ദൈവം ഹല്ലേലൂയ മധ്യാകാശത്തിൽ വരുമെന്നേ. നമ്മുടെ ദൈവം മധ്യാകാശത്തിൽ വരുമാ. എന്തിനാ വരുന്നേ? തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ. മരിച്ച് കല്ലറയിൽ കിടക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധന്മാർക്ക് ഒരു ഉയർപ്പ് കൊടുക്കുവാൻ. ജീവനോടെ ശേഷിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ വീണ്ടെടുപ്പ് പ്രാപിച്ച, രക്ഷകനെ സ്വീകരിച്ച, പുത്രത്വം പ്രാപിച്ച, സ്വർഗരാജ്യത്തെ അവകാശമായി തീർന്ന, പാപപരിഹാരത്തിനും മോചനം നേടിയ ദൈവജനത്തെ ചേർക്കുവാൻ മധ്യാകാശത്ത് വരാൻ സമയമായി. അതുകൊണ്ടാണ് യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, മഹാവ്യാധികൾ, ഉപദ്രവങ്ങൾ, പീഡകൾ, ക്ഷാമങ്ങൾ, ദുരിതങ്ങളൊക്കെ വരുമ്പോൾ ഓർക്കണം കർത്താവിന്റെ വരവേറ്റവും ആസന്നമായി. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, മർക്കോസ് സുവിശേഷം 13-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 22 നിങ്ങളത് വായിച്ച് നോക്കണം കേട്ടോ. യേശുവിന്റെ വരവിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചും അവന്റെ വരവിന് മുമ്പ് ഇവിടെ നടക്കേണ്ട സകല കാര്യങ്ങളെ കുറിച്ചും പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതൊന്നിനും മാറ്റമില്ലാതെ എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങൾ താമസിക്കുന്ന ദേശത്തിന്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. കഴിഞ്ഞ രാത്രിയിൽ കിടന്നുറങ്ങാൻ കിടന്ന സ്വർണ്ണാവി ആദ്യകാലത്ത് നീ എഴുന്നേൽക്കുന്നതിന് ഉറപ്പിന് അധികാലത്ത് എഴുന്നേൽക്കുമ്പോൾ നീ താമസിച്ച ദേശം ഉണ്ടാകുന്ന പോലും നിനക്ക് ഉറപ്പില്ലാത്ത മനുഷ്യനാ. നീ ആ ദൈവത്തെ പരിഹസിക്കുന്നത്. ദൈവത്തെ പരിഹസിച്ച ദേശമെല്ലാം തകർന്ന് തരിപ്പണമായി. ഹല്ലേലൂയ. അടുത്ത സെക്കൻഡിൽ, അടുത്ത ഒരു നിമിഷത്തിനുള്ളിൽ ഇവിടെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. അത്രമാത്രം മനുഷ്യനല്ലേ ബലഹീനനാണെന്ന് ഓർത്തോളം. മർത്യൻ അവൻ എപ്പോഴും മരിച്ചു പോകുന്നവനാ, ദ്രവിച്ചു പോകുന്ന ദൈവത്വമുള്ളവനാ.
അതുകൊണ്ട് സൃഷ്ടാവായ ദൈവത്തെ, ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ച ദൈവത്തിന്റെ നാമത്തെ നീ ദുഷിക്കരുത്. അവൻ നിന്റെ രക്ഷകനാ, അവൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ, അവൻ നിന്റെ ഉദ്ധാരകനാണ്. ഹല്ലേലൂയ. നിന്നെ പാപത്തിൽ വിടുവിച്ച് ശാപത്തിൽ വിടുവിച്ച് നിന്റെ കുടുംബത്തെ നിന്റെ തലമുറ അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവം മാത്രമാണ്. വ്യാധികളെ മാറ്റുവാൻ, രോഗങ്ങളെ മാറ്റുവാൻ, ബന്ധനങ്ങളെ മാറ്റുവാൻ, ആമേൻ, നിന്റെ സമാധാനമില്ലാത്ത ജീവിതത്തിനകത്ത് സമാധാനം തരും, സന്തോഷം തരുവാൻ കഴിയുന്നവൻ യേശു മാത്രം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തുന്ന കർത്താവാൻ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊണ്ട് അതാകുന്ന ആ സുവിശേഷമാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. രക്തം ചെയ്യും. ഞങ്ങൾക്ക് വളരെ പ്രത്യാശയുള്ളവര്. ഞങ്ങളൊന്നും കോടികൾ സമ്പാദിച്ച് 10 തലമുറയ്ക്ക് എന്നാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചില്ല, അന്നത്തെ ദിവസം കഴിഞ്ഞു പോകുന്നവരാ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഭയങ്കര പ്രത്യാശയാണ്. എന്താ പറയുമോ, ന്യായപ്രമാണത്തിന്റെ ശിശുത്വത്തിൽ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച് അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ നിന്ന് സ്വർഗരാജ്യത്തിലെ അവകാശം ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്കൊരു രക്ഷിതാവുണ്ട്, ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, ഞങ്ങൾക്ക് രജമാനുണ്ട്. ഞങ്ങൾ ചേർക്കം മധ്യാകാശത്തിൽ വരും. ഞങ്ങൾ ഇന്നുവരെ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്ത, ഹൃദയത്തിൽ തോന്നാത്ത സ്വർഗരാജ്യം ഞങ്ങൾക്കുണ്ട്. പുതിയ യെരൂശലേം ഞങ്ങൾക്കുണ്ട്. അവിടെ ഞങ്ങൾ എത്തിച്ചേരുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങളെ നടത്തുന്നത്. താങ്കൾക്ക് ആ വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് നിത്യമായി സ്വർഗത്തില. മരണാനന്തര ജീവിതം പിന്നെ പട്ടിയെപ്പോലോ കാക്കയെപ്പോലോ പുഴുവിനെ പോലെയോ ഈച്ചയെപ്പോലോ ഒന്നും വരുവല്ല ചെയ്യുന്നത് കേട്ടോ. അല്ലെ പണ്ടാരോ പറഞ്ഞു, ഇനി വീണ്ടും ഒരു ജന്മം ലഭിക്കുവാണെങ്കിൽ എനിക്കെന്തോ ബ്രാഹ്മണനോ നമ്പൂരിയോ പട്ടരോ ഒക്കെ ആയി ജനിക്കണമെന്ന് പണ്ടാരോ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി ഒരു പുതിയ ജന്മം പ്രാപിച്ചു വന്നാൽ എനിക്ക് വലിയൊരു ബ്രാഹ്മണനായി ജനിക്കണം. നിന്റെ ഉലകത്തിൽ നടക്കത്തില്ല കേട്ടോ. മനുഷ്യൻ മരിച്ചാൽ പിന്നെ മണ്ണായി മാറും. മനുഷ്യന്റെ ആത്മാവിനെ ദൈവം നിയോഗിച്ചിടത്തേക്ക് പോകും. മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ ശിഷ്യത്വത്തിന് വിടുവിക്കപ്പെട്ട് അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രൻ ആത്മാവിനെ പ്രാപിച്ച് ദൈവരാജ്യത്തിന് അവകാശമായി തീർന്ന ദൈവമക്കൾക്ക് നിത്യമായി സ്വർഗവും. ഇന്നും കർത്താവിനെ നിന്ദിക്കുകയും അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പാപികളായ ജനത്തിന് നിത്യം നരവും. ഇത് രണ്ടും ദൈവം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ടവന് ദൈവരാജ്യം കിട്ടും, വീണ്ടെടുപ്പ് പ്രാപിക്കാത്തവൻ നരകം കിട്ടും. അല്ലാതെ മരിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു പുനർജന്മത്തിൽ ഇവിടെ മറ്റൊരാളായിട്ട് വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. നീ മാനസാന്തരപ്പെട്ട് സുബോധത്തിന്റെ ആത്മാവിലേക്ക് മടങ്ങി വാ. സുബോധത്തിന്റെ ആത്മാവിലേക്ക് മടങ്ങി വന്ന് ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ച യഹോവയെ ദൈവം, ആ ദൈവമാണ് നമ്മുടെ യജമാനൻ നിറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, അവന്റെ മുമ്പിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതിന്റെ പാപത്തിന് പരിഹാരം വരുത്ത്. യോഹന്നാൻ 1-ാം 12 വാക്യം വായിക്കുന്ന, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം തന്നു. അതേ കർത്താവ് യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് അവന്റെ നാമത്തെ നീ അറിയണം. അവനെ കൈക്കൊണ്ട് നാമത്തിൽ വിശ്വസിക്കണം. വിശ്വസിക്കുന്ന നിനക്കാണ് ദൈവമക്കൾ എന്നുള്ള പദവി കിട്ടുന്നത്. ഹല്ലേലൂയ. എല്ലാവരും സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. എന്നാൽ എല്ലാവരും സ്വർഗരാജ്യത്തിൽ പോകാൻ കച്ച കെട്ടി ഒരുങ്ങിയിരിക്കുക. അത് ചുമ്മാ വെറുതെ വ്യാമോഹമാക്കട്ടോ. വേദപുസ്തകം യഥാർത്ഥത്തിൽ വേദപുസ്തകം. ഹല്ലേലൂയ. പ്രമാണം വേദപുസ്തകമാണ്. മോശയ്ക്ക് പർവ്വതത്തിൽ വെച്ച് ദൈവം കൊടുത്തതാണ് ഈ പ്രമാണം. ഹല്ലേലൂയ. മോശ വരെ ദൈവം വാമൊഴിയായി മനുഷ്യനോട് സംസാരിച്ച് മോശയുടെ കാലം വന്നപ്പോൾ മോശയോട് പറഞ്ഞ് കൽപ്പലക ചെത്തി പർവ്വതത്തിൽ കയറുക. പർവ്വതത്തിൽ കയറി ചെന്ന മോശയ്ക്ക് ദൈവം എഴുതി കൊടുത്തതാണ് പ്രമാണം 10 കൽപ്പന. പിന്നീട് സകല പ്രമാണങ്ങളും സകല കൽപ്പനകളും ഒക്കെ ഉണ്ടായത് കേട്ടോ. ദൈവം കൊടുത്ത പ്രമാണത്തിന് പല കോപ്പി അടിച്ച് പലതും ചാർത്തിയിട്ട് ഞങ്ങൾക്കുണ്ട്. അതിങ്ങനെ പറയുന്നത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഒരു പെണ്ണ് ഭയങ്കര വാദപ്രതിവായിട്ട് നിൽക്കുക. ഹല്ലേലൂയ. സുബോധമില്ല, മണ്ടരി പ്രാപിച്ചൊരു പെണ്ണ് കർത്താവിനെ തെറിയൊക്കെ വിളിച്ച എന്നോട് പറഞ്ഞു, യേശുവിനെ തെറിയൊക്കെ വിളിച്ച് എന്നോട് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ യേശു കുരിശിൽ കയറേണ്ടി വന്നത്. ആ മനുഷ്യൻ പേറും പാപിയ, അതുകൊണ്ടാണ് നിങ്ങളുടെ കർത്താവിനെ ക്രൂശിച്ചെന്നൊക്കെ ആ സൗകര്യം പറഞ്ഞു. അപ്പൊ ഞാൻ ഈ പെണ്ണിനെന്തോ ഭ്രാന്താൻ തോന്നി. ആൾക്കാരൊക്കെ എന്നെ ഭ്രാന്തെന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ പിന്നെ നേരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഫോണിൽ വിളിച്ച് എന്നെ കൂടെ ചീത്ത പറഞ്ഞതേ ഉള്ളൂ. എന്താ, ഒരു സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് എനിക്കൊരു കുഴപ്പം വന്നില്ല. ചീത്ത വിളിക്കുന്ന നീ ന്യായവിധിയില്ല. ഞാൻ സുവിശേഷം പ്രസംഗിച്ചു, ഞാൻ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് ഞാൻ വളരെ അഭിമാനം കൊള്ളുക, സന്തോഷം പ്രസംഗിക്കുക, വളരെ തേജസ്സിന്റെ കർത്താവിനെ വിളിച്ചു പറയുക, നീ മാനസാന്തരപ്പെടാൻ വേണ്ടി. അപ്പൊ അത് കേട്ടിട്ട് നിനക്കങ്ങോട്ട് സഹിക്കാൻ വയ്യാതെ നീ മണ്ടരി പ്രാപിച്ചത് എങ്ങനെ കാര്യം പറഞ്ഞാൽ മണ്ടരി പ്രാപിച്ചത് നീ എന്നെ ചീത്ത വിളിക്കുന്നത് കാര്യമില്ല. എന്നാൽ എന്റെ സൃഷ്ടാവിനെ നീ ചീത്ത വിളിക്കുമ്പോൾ, ഈ കാണുന്ന ലോകത്തിന്റെ സൃഷ്ടാവിനെ ചീത്ത വിളിക്കുമ്പോൾ അവൻ അടങ്ങിയിരിക്കുകയില്ല. സഹോദര സഹോദരി, അവൻ ന്യായം വിധിക്കുന്ന ദിവസമുണ്ട്. അതിന്റെ മുമ്പിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്നാണ്.
ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ അതുകൊണ്ട് കർത്താവ് പറയാണ്, ഒരു കുഞ്ഞു വളർന്ന് അപ്പനെ പോലെ മാറും. ഒരു കുഞ്ഞെന്നും കുഞ്ഞായിട്ട് ഇരിക്കത്തില്ല, ആ കുഞ്ഞു വളർന്ന ഒരു അപ്പനായി മാറും. ഹല്ലേലൂയ. അതുപോലെ നാം സ്വർഗീയ പിതാവിന്റെ സ്വഭാവത്തോടു കൂടി വളരണം. നമ്മൾ സ്വർഗീയ പിതാവിന്റെ സ്വഭാവത്തോടു കൂടി വളരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഹല്ലേലൂയ, മത്തായി 5-ാം അധ്യായം 48-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ സൽഗുണപൂർണരാകുവിൻ. നിങ്ങൾ ജനിച്ചപ്പോൾ ജനിച്ച ജനനത്തിന്റെ അവസ്ഥയിലല്ല നിങ്ങൾ വളർന്ന് നിങ്ങൾക്ക് അറിവ് നേടി, ജ്ഞാനത്തോടെ വിദ്യാഭ്യാസ ജോലി നേടി, നിങ്ങൾ വാഹഴിച്ചൊരു പിതാവിന്റെ സ്ഥാനത്തേക്ക് വന്നു. നിങ്ങൾ സൽഗുണപൂർണ്ണ ഒരു മനുഷ്യനായി മാറി. അതുകൊണ്ട് യേശു ആകയാൽ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങൾ സൽഗുണപൂർണ്ണരാകുമെന്ന് യേശു പറയുക. ലോകത്തിലുള്ള യാതൊരു സൃഷ്ടിക്കുമില്ലാത്ത വലിയ ശ്രേഷ്ഠതയാണ് സ്വർഗീയ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങളെ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് മുഖാന്തരം നിങ്ങളുമായി യേശു ഐക്യപ്പെടുകയാണ്. നിങ്ങൾ സകല ജീവജാലങ്ങളെക്കാളും സകല ജന്തുക്കളെക്കാളും ഭൂമിയിലുള്ള സകല ജന്തുക്കളെക്കാളും സകല ജീവജാലങ്ങളെക്കാളും നിങ്ങൾ ശ്രേഷ്ഠരാണ്. ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠൻ നമ്മളാ കേട്ടോ. പക്ഷെ ഈ ലോകം ഇവിടുത്തെ നിയമത്തെ അധികാരം തരത്തിന് മൃഗങ്ങൾക്കാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ സകല സ്ഥാനമാന പദവികൾ അലങ്കരിക്കുക പദവികളും കൊടുക്കുന്ന മൃഗങ്ങൾക്കാണ്. ദൈവത്തിന്റെ സ്വരൂപത്തിന് സാധനം സൃഷ്ടിച്ച മനുഷ്യന് കൊടുക്കേണ്ട സ്ഥാനമെടുത്ത് മൃഗങ്ങൾക്ക് കൊടുത്തപ്പോൾ അങ്ങനെ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഭരണ സംവിധാനത്തിൽ എന്തോ മണ്ഡലി രോഗം പ്രാപിച്ചിട്ടുണ്ട്. സ്വതന്ത്രം പ്രൈസണം മാനസാന്തരണം ഭരണത്തലവന്മാരായിരുന്നാലും ഭരണാധിപ ലോക രാഷ്ട്ര തലവന്മാരായിരുന്ന ആരായിരുന്നാലും മത നേതാവായിരുന്നു രാഷ്ട്രീയ നേതാവായിരുന്നാലും ഏത് മേഖലയുള്ളവനായിരുന്നു മാനസാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ മനുഷ്യനാണ് ഏറ്റവും ഉന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ആകാശത്തിലെ പറവുകളെ നോക്കിയിട്ട് വിതയ്ക്കതിലെ കൊയ്യുന്നതിന്റെ കളപ്പുരിയിൽ കൂട്ടിവയ്ക്കുന്നില്ലെങ്കിൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തും. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ. ആകയാൽ നാം നേതൃത്വത്തിന് എന്ത് കുടിക്കുക എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷണം അതോടുകൂടെ നിങ്ങൾക്ക് ഇതൊക്കെയും കിട്ടുമെന്ന് മത്തായി 6-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 25 തൊട്ട് താഴെ വാക്യം 33 വാക്യങ്ങൾ വായിച്ചു നോക്ക്. മാനസാന്തരപ്പെടുവാണെങ്കിൽ സ്വാഭാവിക. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പൊ എന്താണ് പറഞ്ഞാൽ, ആദ്യം ദൈവം ആകാശം പോയി സൃഷ്ടിച്ചു. ദൈവത്തിന്റെ മഹത്വത്തെ നിന്ദിക്കരുത് കേട്ടോ. ഈ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നിട്ട് കുടുംബത്തിനകത്ത് ഐശ്വര്യ സമ്പത്തുണ്ടാകും. കണ്ണുകളച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം സ്വർഗീയ പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും. കേരളത്തിലെ 3 കോടി ഞങ്ങളുടെ തലമുറ ധനപ്രസാദമുള്ള ആളുകൾ ഇന്ത്യയിലെ ഈ കർത്താവ് 145 കോടി ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്ന മാനസാന്തരം കൊടുക്കണമേ. ഹല്ലേലൂയ. കർത്താവ് എണ്ണത്തിൽപ്പെടാത്ത ലോകരാജ്യം 800 കോടി ജനത്തിനായി രാജ്യരാഷ്ട്ര തലവന്മാർ രാജാക്കന്മാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാളം ഗോത്രങ്ങളുടെ ദ്വീപുകൾ ആദിവാസി പ്രൈവറ്റ് മേഖലയായിരിക്കുന്ന ജനത്തിനായി സകലം സ്ഥാപിച്ചാധികാരികൾ ശൈശവത്തിൽ ഭാര്യ കൗമാരി യുവനത്തിന് വാർത്തയ്ക്കുന്ന തടവറയിലായിരിക്കുന്ന ജാതിമത വർഗ വർണ്ണ വ്യത്യാസങ്ങളെ കുറിച്ചോട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന സകല ജനത്തിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണപ്പോ ജനം മനസാന്തരം മടങ്ങി വരട്ടെ. മദ്യത്തിന് മയക്കു ലഹരിക്കും അടിമപ്പെട്ട് കർത്താവ് സുഖബോധം നഷ്ടപ്പെട്ട് മണ്ഡലി രോഗം പ്രാപിച്ച തെങ്ങിന്റെ കാര്യം പറഞ്ഞ പോലെ മനുഷ്യൻ വിവിധമായ പ്രതികൂലത്തിനടിയുടെ വിവിധമായ സുബോധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് ആകാശത്തെ ഭൂമി സൃഷ്ടിച്ച ദൈവമാണ് ഏക സൃഷ്ടാവും തിരിച്ചറിഞ്ഞ് കർത്താവ് യേശുവിന്റെ ജനകർത്താവ് രക്ഷമായ ആത്മരക്ഷ വീണ്ടും പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുപാട് ജനത്തിന് ആത്മീയങ്ങളുടെ തുറക്കണമേ പ്രാർത്ഥിക്കുന്നു. പാപങ്ങൾ മാറിപ്പോട്ട്, ശാപങ്ങൾ മാറിപ്പോട്ട്, ബന്ധനങ്ങൾ മാറിപ്പോട്ട്, രോഗങ്ങൾ അഴിയട്ടെ. കർത്താവ് ഈ മനുഷ്യൻ സുബോധാത്മാവിനെ പ്രാപിക്കണനായി. ഹല്ലേലൂയ. വീട് വിട്ടുപോയി മനുഷ്യൻ സുബോധം പ്രാപിച്ച് അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നതുപോലെ ജനം മടങ്ങി വരുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ലോകം അതിക്രമം കൊണ്ട് നിറയപ്പെട്ട്, വ്യഭിചാരം കൊണ്ട്, വരസം കൊണ്ട്, വിഗ്രഹാരാധന കൊണ്ട് നിറയപ്പെട്ട്, മദ്യവും മയക്കും ലഹരി പദാർത്ഥം കൊണ്ട് നിറയപ്പെട്ട് മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാതെ മനുഷ്യൻ കൊലകത്തിയുമായി കർത്താവെ കൊലവിളിയും അലറി ആമി നടക്കുമ്പോൾ, അനേകരുടെ രക്തം ചൊരിയിക്കുമ്പോൾ കർത്താവെ ജനം മാനസാന്തരം മടങ്ങി വന്ന് തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി സ്വർഗരാജ്യത്തിന് അവകാശം തീരുവാൻ ഈ ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സകലത്തിനും നീതി വെളിപ്പെടണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.